ഇനി നമുക്ക് കൈനേരിയിലേക്കുള്ളൊരു യാത്ര കണ്ടാലോ? അപ്പോൾ ഞങ്ങൾ കൈനേരി വരെ പോകാൻ വേണ്ടി ഇങ്ങനെ ബോട്ട് ജെട്ടിയിൽ വെയിറ്റ് ചെയ്യാണ്. ആ സമയം കുറേ ഹൗസ് ബോട്ട് ഇങ്ങനെ അതിലെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കാശിയും സീതയൊക്കെ അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സീതയുടെയും ഫസ്റ്റ് ടൈമാണ് ബോട്ടിലൂടെയുള്ള ഈ ഒരു യാത്ര. ശരിക്കും എൻ്റെ നാട് കൈനേരിയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് കൈനേരിയിൽ നിന്നൊന്നും മാറിയാണ് താമസിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ കൈനേരിയിലോട്ട് പോകാൻ ഒരുപാട് സന്തോഷിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. ബോട്ടിൽ ഏകദേശം ഒരു 30-35 മിനിറ്റ് നമുക്ക് ഇരിക്കണം. അങ്ങനെ വലിയ വലിയ കായലിലും കൊച്ചു തോടുകളിലൂടെയൊക്കെ ഇങ്ങനെ ബോട്ട് പോവുകയാണ്. രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. കുറേ തെങ്ങുകളും വാഴകളും പാടങ്ങളും പിന്നെ അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റീസിനുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ കൈനേരിയിലെ മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആണ് കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനൽ. നമ്മളിപ്പം ആ ടെർമിനലുള്ളൊരു കായലിലൂടെയാണ് ബോട്ട് പോകുന്നത്. അവിടെ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ്. ഒരുപാട് ആൾക്കാർ കാണാൻ വരും. വണ്ടികളിലൊക്കെ വന്നിട്ട് ഈ ബ്രിഡ്ജിലൂടെ ഇങ്ങോട്ട് നടന്നു വരുന്നവരുണ്ടാവും. അല്ലാതെ ഹൗസ് ബോട്ടിലും വന്ന് കാണുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇവിടെ ചിക്കാരി വള്ളങ്ങളും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുകളും ഉണ്ട്. ആ കായലിലൊക്കെ അവർ ചുറ്റി കാണിക്കും. അതുപോലെ തന്നെ ചെറിയ കടകളുണ്ട്, ഐസ്ക്രീമിൻ്റെയും കരിക്കിൻ്റെയും പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഗ്ലോവിക്ക അങ്ങനെയുള്ള കാര്യങ്ങളുടെയും. ഞങ്ങൾ ബോട്ടിൻ്റെ ഈ വാതിലിൻ്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് നന്നായിട്ട് തന്നെ എല്ലാം കാണാമായിരുന്നു. ഇങ്ങനെ ഓളങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന കാശ് ഇങ്ങനെ ഭയങ്കര അതിശയത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. സീതയും എന്തൊക്കെയോ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് ഈ ഹൗസ് ബോട്ടൊക്കെ ഏതെങ്കിലും ഒരു കരയിൽ ഇങ്ങനെ അടുപ്പിക്കാൻ വേണ്ടി ഓടിക്കുന്നുണ്ട്. കുറേ ഹൗസ് ബോട്ടുകൾ കണ്ടു. ആ സമയത്ത് അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കായലിലൂടെ ഇങ്ങനെ ബോട്ടൊക്കെ പോകുന്നത് കാണാൻ വേണ്ടി. കൈനേരിയിലേക്കുള്ള ബസ്സിൻ്റെ ലാസ്റ്റ് സ്പോട്ടാണിത്, കൈനേരി കോലത്ത് ചെട്ടി. ഈ പാലത്തിൽ വെച്ച് അത്യാവശ്യം ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മൈ ബോസ് 2 കൺട്രീസ്. ഇതിൻ്റെ പേര് മുട്ടൈപ്പാലം എന്നാണ്. അതുപോലെ മുണ്ടയ്ക്കപ്പാലം, അങ്ങനെ കുറേ പാലങ്ങൾ ഇവിടെ ഉണ്ട്. ഈ പാലങ്ങളിലൂടെയൊക്കെയാണ് ഈ വണ്ടികൾ റോഡ് സൈഡിൽ നിന്ന് ഞങ്ങളുടെ തോട്ട് സൈഡുള്ള വഴികളിലോട്ടൊക്കെ വരുന്നത്. പണ്ടൊക്കെ തീരെ ചെറിയ വഴികളായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം 2 വീലറും ഓട്ടോയൊക്കെ വരാൻ പറ്റിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൈനേരിയിൽ ഈ കായൽ സൈഡിലൊക്കെ താമസിക്കുന്നവർക്ക് ബോട്ടിൽ ഇവിടെ വന്നിറങ്ങിയാലേ ബസ് കയറാൻ പറ്റുള്ളൂ. നമുക്കല്ലാണ്ട് നടന്നു വരാം. അതൊരുപാട് നടന്ന് കറങ്ങി വരണം. ഇതാണ് കൈനേരി റോഡ് മുക്ക്. ആൻഡ് അതുപോലെ തന്നെ കൈനേരിയിലെ ബോയ്സ് സ്കൂളാണിത്. ഗേൾസ് സ്കൂള് അപ്പുറത്തെ കരയിലായിരുന്നു. പിന്നെ നമുക്ക് ഈ കൊച്ചു തോട്ടിലേക്ക് കയറുമ്പോഴത്തേനാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന സ്ഥലം. ഈ തോടിനൊരു പേരുണ്ട്, കൈനേരി പള്ളിത്തോടെന്ന് പറയും. അപ്പോൾ ബോട്ടിലൊക്കെ പോകണമെങ്കിൽ കൈനേരി പള്ളിത്തോട് വഴിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ കയറുന്നത്. കാരണം വേറെയും ഒരുപാട് വഴികളൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ നമ്മൾ കൈനേരി പള്ളിത്തോട്ടിലോട്ടങ്ങ് കയറി. പിന്നെ ഒരു ചെറിയ തോടാണ്. അവിടെ നിന്ന് കുറച്ച് പോകുമ്പോഴേക്കും നമുക്കൊരു ആശുപത്രി കാണാം. ചെറിയൊരു ഹോസ്പിറ്റലാണ്, സെൻറ്റ് ആൻ്റണീസ് ഹോസ്പിറ്റൽ. അത്യാവശ്യം ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പെട്ടെന്ന് തന്നെ ചെയ്തിട്ടും പനിക്കാണെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും പെട്ടെന്ന് സാധാരണക്കാരായ ആൾക്കാർ ഇങ്ങോട്ടാണ് ഓടി വരുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ്, ECG അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കൈനേരി പള്ളിച്ചെട്ടിയിൽ ഇറങ്ങി. ഈ ബോട്ട് ജെട്ടിയുടെ പേരാണ് കൈനേരി പള്ളിച്ചെട്ടി. അവിടെ നിന്ന് ഞങ്ങളുടെ സ്ഥലത്തേക്ക് കുറച്ച് നടക്കണം, ഒരു 10 മിനിറ്റ് കൂടുതൽ നടക്കണം. ഈ വഴിയുടെ ആണെങ്കിലും ഒരു സൈഡ് ഇങ്ങനെ ഫുള്ള് നിറയെ പാടമാണ്. അതിനാണെങ്കിലും നെല്ലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സെറ്റായി വരുന്നതേ ഉള്ളൂ. ആക്ച്വലി ഞങ്ങളിങ്ങോട്ട് വന്നത് ഒരു കല്യാണ റിസപ്ഷനാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എല്ലാവരും ഉണ്ട്, കസിൻസും അത്യാവശ്യം റിലേറ്റീവ്സും എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒന്നിച്ച് കാണാൻ പറ്റി. അച്ഛൻ്റെ ചേട്ടനെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവളും കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു. കാശി ഇങ്ങനെ പിള്ളേർക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഒരു ബോട്ടിലാണ് അവർ ഫുഡിനുള്ള സെറ്റ് ചെയ്തത്. ബിരിയാണി ആയിരുന്നു, അത്യാവശ്യം അടിപൊളി ഫുഡായിരുന്നു. അതിൻ്റെ കൂടെ നാടൻ പാട്ടുകൂടി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് കുറേ നേരം ഇരുന്നു, വർത്താനം പറഞ്ഞു, കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് പിന്നെ പോകാനുള്ള സമയമായി. ഞങ്ങളപ്പോൾ ചിക്കാരി വള്ളത്തിലാണ് തിരിച്ച് പോകുന്നത്. അവളുമാരെല്ലാവരും കൂടെ ഒന്ന് ആക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല കുറച്ച് സമയമായിരുന്നു അത്. ഞങ്ങളങ്ങനെ ഒരു 1/2 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.